ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ദിവ്യ കെ ജോസ്. അപ്പൊ നമ്മളെല്ലാവരും അല്ലെ ഒരുപാട് ഒഴിവുകളൊക്കെ നോക്കിയിരിക്കുന്നവരാണ്. ഏതെങ്കിലുമൊക്കെ നമുക്ക് പറ്റാവുന്ന ഒഴിവുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ഇൻഫർമേഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ്, നിങ്ങൾ ഈ ഒരു വാർത്ത കണ്ടിട്ടുണ്ടാവൂ അല്ലെ? അതായത് കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ ഒഴിവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. കേരളത്തിലുള്ള കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ അതെവിടെയൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൂരും കൊച്ചിയിലുമുള്ള ഒഴിവുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ വിദ്യാലയം എന്ന് കേൾക്കുമ്പം എപ്പോഴും എന്താണ്, അധ്യാപക തസ്തികകൾ മാത്രമാണെന്ന് വിചാരിക്കും. അതല്ല, ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അധ്യാപക അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ എവിടെയൊക്കെയാണ്? കണ്ണൂരും കൊച്ചിയുമാണ് സ്ഥലം എന്ന് പറയുന്നത്. ഇനി ഓരോ വിദ്യാലയത്തിലെയും എടുത്തു പറഞ്ഞിട്ടുണ്ട്. കണ്ണൂരിൽ വരുന്ന തസ്തികകളിൽ ഏതൊക്കെയാണ്? PGT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഏതാണ്? പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ആണ്. അപ്പൊ അത് ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി, ഇംഗ്ലീഷ്, ഹിന്ദി, കൊമേഴ്സ് ആൻഡ് എക്കണോമിക്സ്. ഇത്രയും പോസ്റ്റുകളാണ് PGTയിൽ ഒഴിവുകൾ വരുന്നത്. ഒന്നുകൂടെ പറയാം ഏതൊക്കെയാണെന്ന് ഒന്ന് ശ്രദ്ധിച്ചോളുക. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്, ഹിന്ദി, കൊമേഴ്സ് ആൻഡ് എക്കണോമിക്സ്. ഇനി അടുത്തത് ഏതാണ്? TGT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ആണ്. അത് ഏതൊക്കെ വേക്കൻസി ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്സ് ആൻഡ് സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം, സോഷ്യൽ സ്റ്റഡീസ്. ഇത്രയുമാണ് ഒഴിവുകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ? അവിടെ എന്താണ്? PGT ആണെങ്കിൽ അവിടുത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? അതാത് സബ്ജക്റ്റില് PG+B.Ed ആയിരിക്കും. ഇനി TGT ആണെങ്കിലോ അവിടെ എന്താണ്? അവിടെ ഡിഗ്രി+B.Ed+C.Tet പേപ്പർ 2. ഇത് നിർബന്ധമാണ് കേട്ടോ. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന് C.Tet പേപ്പർ 2 നിർബന്ധമാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ഒഴിവ് വരുന്നത് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ, അതായത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ലെവലിലേക്കാണ്. അതുപോലെ തന്നെ ഇനി ടീച്ചേഴ്സുമായിട്ട് ബന്ധമില്ലാത്ത പോസ്റ്റുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ, നഴ്സ്, മലയാളം ഇൻസ്ട്രക്ടർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, കൗൺസിലർ, PRT, മ്യൂസിക്, ബാലവാടിക ടീച്ചർ, യോഗ ഇൻസ്ട്രക്ടർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോച്ച്. ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോച്ച് പ്രൈമറി ആൻഡ് സെക്കൻഡറി തലത്തിലാണ് വരുന്നത്. അടുത്തത് ഡാൻസ് ഇൻസ്ട്രക്ടർ, ബാൻഡ് മാസ്റ്റർ, ആർട്ട് ഇൻസ്ട്രക്ടർ. ഇത്രയും ഒഴിവുകളാണ് കണ്ണൂർ കേന്ദ്രീയ വിദ്യാലയത്തിന് കീഴിൽ വരുന്നത്. അപ്പൊ അതിന് വാക്ക് ഇന്റർവ്യൂ വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണ്? ഫെബ്രുവരി 17 മുതൽ 19 വരെയാണ് കേട്ടോ. എന്ന് വരെയാണ്? 17 to 19 ആണ്. അപ്പൊ ഇവിടെ വെബ്സൈറ്റ് തന്നിട്ടുണ്ട്, നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ആ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ യോഗ്യതയുള്ളത് അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ 17 മുതൽ 19 വരെ നടക്കുന്ന വാക്കിൻ ഇന്റർവ്യൂവില് പങ്കെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് ഏതാണ്? നമ്മൾ പറഞ്ഞു അല്ലെ, കണ്ണൂര് മാത്രമല്ല കൊച്ചിയിലും ഉണ്ട് ഒഴിവ്. അതെവിടെയൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ 1 നേവൽ ബേസ് കൊച്ചി. അവിടെ എന്താണ്? തസ്തിക TGT ആണ്. TGT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന്റെ ഒഴിവാണുള്ളത്. അവിടുത്തെ ഇന്റർവ്യൂ നടക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 18 ആണ്. അവിടുത്തെ വെബ്സൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് INS ദ്രോണാചാര്യ. അവിടെയുള്ള തസ്തിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഒഴിവ് ഏതാണ്? പ്രൈമറി ടീച്ചർ ആണ്. അവിടുത്തെ ഇന്റർവ്യൂ എന്നാണ്? ഫെബ്രുവരി 22-ാം തീയതിയാണ്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഏതാണ്? KV നമ്പർ 2 നേവൽ ബേസ് കൊച്ചി. ആ ഒരു കേന്ദ്രീയ വിദ്യാലയത്തിൽ വരുന്ന തസ്തികകൾ ഏതൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മലയാളം ലാംഗ്വേജ് ടീച്ചർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, കൗൺസിലർ, ഡോക്ടർ, നഴ്സ്, സ്പോർട്സ് കോച്ച്, യോഗ ഇൻസ്ട്രക്ടർ, ആർട്ട് കോച്ച്, വൊക്കേഷണൽ കോച്ച് ആൻഡ് ആർട്ട് കോച്ച്, ബാലവാടിക ടീച്ചർ. അവിടുത്തെ ഇന്റർവ്യൂ എന്നാണ്? ഫെബ്രുവരി 24-നാണ്. അവിടെയും സൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഒരു വാർത്ത ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് അപേക്ഷിക്കുക. നിങ്ങൾക്ക് യോഗ്യതയുള്ളതാണെങ്കിൽ അപേക്ഷിക്കുക. പല ഡേറ്റിലായിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത്. അപ്പൊ കണ്ണൂരിലാണെങ്കിൽ എന്നാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ഫെബ്രുവരി 17 മുതൽ 19 വരെയാണ്. ഇനി ഇവിടെ നേവൽ ബേസ് കൊച്ചിയിലാണെങ്കിൽ അവിടുത്തെ ഇന്റർവ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി
18-ാം തീയതിയാണ്. ഇനി അടുത്തത് വരുന്നത് ഏതാണ്? അടുത്തത് INS ദ്രോണാചാര്യ, അവിടുത്തെ ഇന്റർവ്യൂ നടക്കുന്നത് ഫെബ്രുവരി 22-ാം തീയതിയാണ്. അതിനുശേഷം വരുന്നതാണ് KV നമ്പർ 2 നേവൽ ബേസ് കൊച്ചി അല്ലെ. ഇവിടെ KV നമ്പർ 1 ആയിരുന്നു നേവൽ ബേസ് കൊച്ചി, അവിടുത്തെ ഒഴിവേതായിരുന്നു? TGT ആയിരുന്നു, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ആയിരുന്നു. ഇവിടെ KV നമ്പർ 2 നേവൽ ബേസ് കൊച്ചി, അവിടെ ഇത്രയും വേക്കൻസികൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു ഒഴിവ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം അല്ലെ, ഇവിടെ ടീച്ചേഴ്സിന്റെ വേക്കൻസി ഉണ്ട്, കേന്ദ്രീയ വിദ്യാലയത്തിലേക്കുള്ള വേക്കൻസിയാണ്. അപ്പൊ നമുക്ക് പലർക്കും അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കാത്തവരുണ്ടാവും. കാരണം എന്താണ്? അവിടെ CTET നിർബന്ധമാണ്. നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, TGT ടീച്ചേഴ്സിന് അവിടെ എന്ത് വേണം? CTET പേപ്പർ 2 നിർബന്ധമാണ്. അത് കേന്ദ്രീയ വിദ്യാലയത്തിന് കീഴിൽ ഏത് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന് CTET പേപ്പർ 2 നിർബന്ധമാണ്. ഇനി പ്രൈമറി ടീച്ചേഴ്സിലേക്ക് വരുമ്പോഴോ അവർക്ക് CTET പേപ്പർ 1 നിർബന്ധമാണ്. ഇപ്പൊ പലരെ സംബന്ധിച്ച് അവർക്ക് എന്തുണ്ടാവും? B.Ed ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ടാവും? KTET ഉണ്ടാവും. അപ്പൊ KTET CTETന് ഈക്വലൻസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, ഇവിടെ എന്ത് വേണം? CTET തന്നെ വേണം, എങ്കിൽ മാത്രമാണ് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ PG ടീച്ചേഴ്സ് ആണെങ്കിൽ അവർക്ക് എന്തിന്റെ ആവശ്യമില്ല? ഈ ഒരു CTETന്റെ ആവശ്യമില്ല, മറിച്ച് എന്ത് മതി? PG പ്ലസ് B.Ed മതി. അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ CTET ഇല്ലാത്തതിന്റെ പേരിൽ ഈ ഒരു തവണ കുറെ പേർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കാത്തതുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഒരിക്കലും കേട്ടിട്ട് ഉണ്ട് എന്ന് വിചാരിച്ച് CTET എഴുതിയെടുക്കാതിരിക്കരുത്. ഇതുപോലെ കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന് കീഴിലുള്ള സ്കൂളുകൾ വരുമ്പം നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെ എന്തുണ്ട്? CTET നിർബന്ധമാണ്. അപ്പൊ ഇനി വരുന്ന CTET എഴുതിയെടുക്കുകയാണെങ്കിൽ ഇനി എന്ത് വരും? ഇതുപോലെ കേന്ദ്രീയ വിദ്യാലയങ്ങള് സ്ഥിര നിയമനം വരും, അതുപോലെ തന്നെ ടെമ്പററി പോസ്റ്റ് ഒക്കെ വരും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഇനി വരുന്ന നിയമനങ്ങളിലേക്കെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇനി വരുന്ന CTET എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ CTET ആർക്കെങ്കിലും തനിയെ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. CTET പേപ്പർ 1 ഉണ്ട്, അതുപോലെ തന്നെ CTET പേപ്പർ 2 സയൻസ് ആൻഡ് മാത്സും ഉണ്ട്, അതുപോലെ എന്തുണ്ട്? സോഷ്യലും ഉണ്ട്. അപ്പൊ ഏതിനാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, ആ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് തനിയെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ ബാച്ചില് ഈ ഒരു സിലബസ് ബേസ് ഉള്ള ഫുൾ ക്ലാസ്സസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വീക്ക്ലി ലൈവ് സെഷൻസ് ഉണ്ടാവും, മെന്റർഷിപ്പ് ഉണ്ടാവും, അതുപോലെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സംവിധാനമൊക്കെ ആയിട്ടാണ് ഈ ഒരു ബാച്ച് റൺ ചെയ്യുന്നത്. അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഗ്രൂപ്പ് ആക്ടിവിറ്റി ഉണ്ട്, മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, PDF നോട്ട്സ് അവൈലബിൾ ആണ്, വീക്ക്ലി എക്സാംസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? ടൈം ടേബിൾ ബേസ്ഡ് റിവിഷൻ ഉണ്ട്, ലൈവ് ക്ലാസ്സസ് ഉണ്ട്. ഈ ലൈവ് ക്ലാസ്സസിന്റെ റെക്കോർഡഡ് വേർഷനും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ ലൈവില് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ അതിന്റെ റെക്കോർഡഡ് വേർഷൻ നിങ്ങൾക്ക് ആപ്പിൽ അപ്ഡേറ്റ് ആക്കി കിട്ടുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെ ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ബാച്ചിനുള്ളത്. അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഒന്നുകൂടെ നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ടീച്ചേഴ്സിന്റെ കാര്യത്തില് അവിടെയാണ് ഏറ്റവും കൂടുതൽ ഡൗട്ട്സ് വരാറുള്ളത്. ഇവിടെ TGT എന്നുള്ള പോസ്റ്റിലേക്ക് CTET പേപ്പർ 2 തന്നെ നിർബന്ധമാണ്. ഇനി PG ആണെങ്കിൽ അവിടെ എന്ത് മതി? PG പ്ലസ് B.Ed മതി. പ്രൈമറി ടീച്ചേഴ്സ് ആണെങ്കിൽ അവിടെ CTET പേപ്പർ 1 നിർബന്ധമാണ്. ഒരിക്കലും എന്താണ്? KTET പോരാ. ഇപ്പൊ CTET പേപ്പർ 1ന് KTET പോരെ എന്ന് ചോദിക്കാറുണ്ട്, KTET പോരാ. അതുപോലെ തന്നെ CTET പേപ്പർ 2വിന് KTET പേപ്പർ 2ഓ 3ഓ പോരെ എന്ന് ചോദിക്കാറുണ്ട്, അതും പോരാ. ഇവിടെ എന്ത് തന്നെ വേണം? CTET തന്നെ വേണം. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്കറിയാം കുറെ പേര് CTET ക്വാളിഫൈ ചെയ്തവരൊക്കെ ഉണ്ട്. അവരെന്ത് ചെയ്യുക? വേഗം തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പൊ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ, ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്